വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC സ്റ്റഡി. ആഗസ്റ്റ് മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം: വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടറായി നിയമിതനായത്. ഉത്തരം: ഡോക്ടർ രാജരാജൻ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ രാജരാജൻ. അടുത്തത്: സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ ഡയറക്ടർ. ഉത്തരം: ഇ പത്മകുമാർ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ ഡയറക്ടർ ഇ പത്മകുമാർ. ISRO ഇനീഷ്യൽ സിസ്റ്റം യൂണിറ്റ് ഡയറക്ടറായി നിയമിതനായത്. ഉത്തരം: എൽ സൗമ്യ നാരായണൻ. ISRO ഇനീഷ്യൽ സിസ്റ്റം യൂണിറ്റ് ഡയറക്ടർ നിയമിതനായത്. ഉത്തരം: എൽ സൗമ്യ നാരായൺ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ രാജരാജൻ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ ഡയറക്ടർ ഇ പത്മകുമാർ. ISRO ഇനീഷ്യൽ സിസ്റ്റം യൂണിറ്റ് ഡയറക്ടറായി നിയമിതനായത് എൽ സൗമ്യ നാരായണൻ. അടുത്തത്: ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവി. ഉത്തരം: ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ്. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ്. അടുത്ത ചോദ്യം: സംസ്ഥാന സർക്കാർ എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിനകത്തും പുറത്തും മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ്. ഉത്തരം: ധനുസ്. സംസ്ഥാന സർക്കാർ എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിനകത്തും പുറത്തും മികച്ച ക്യാമ്പസുകളിൽ ഒരു ഉപരിപഠനത്തിന് പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് ധനുസ്. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് സംസ്ഥാന സർക്കാർ എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിനകത്തും പുറത്തും മികച്ച ക്യാമ്പസുകളിൽ ഒരു ഉപരിപഠനത്തിന് പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് ധനുസ്. അടുത്ത ചോദ്യം: യുനെസ്കോ സാഹിത്യ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര പുരസ്കാരം ലഭിച്ചത്. ഉത്തരം: സാറാ ജോസഫ്. യുനെസ്കോ സാഹിത്യ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര പുരസ്കാരം ലഭിച്ചത്. ഉത്തരം: സാറാ ജോസഫ്. അടുത്തത്: ഇന്ത്യൻ നാവികസേനയുടെ കൺട്രോളർ പേഴ്സണൽ സർവീസ് ചുമതലയേറ്റ വ്യക്തി. ഉത്തരം: CR പ്രവീൺ കുമാർ. നാവികസേനയുടെ കൺട്രോളർ പേഴ്സണൽ സർവീസ് ചുമതലയായ വ്യക്തി CR പ്രവീൺ നായർ. യുനെസ്കോ സാഹിത്യ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര പുരസ്കാരം സാറാ ജോസഫ്. നാവികസേനയുടെ കൺട്രോൾ പേഴ്സണൽ സർവീസ് ചുമതലയായ വ്യക്തി CR പ്രവീൺ നായർ. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തത്: പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക അവാർഡ് നേടിയത്. PN ഗോപികൃഷ്ണൻ. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക അവാർഡ് നേടിയത് PN ഗോപികൃഷ്ണൻ. MK സാനു അന്തരിച്ചത് എന്ന്. ആഗസ്റ്റ് 2, 2025. MK സാനു അന്തരിച്ചത് ആഗസ്റ്റ് 2, 2025. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക അവാർഡ് നേടിയത് PN ഗോപികൃഷ്ണൻ. MK സാനു അന്തരിച്ചത് ആഗസ്റ്റ് 2, 2025. അടുത്തത്: നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സഹായകമാകും വിധം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതി ഹൃദ്യം പദ്ധതി. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സഹായമാകും വിധം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. കേരള ഫിലിം പോളിസി കോൺക്ലേവ് 2025 വേദി തിരുവനന്തപുരം. കേരള ഫിലിം പോളിസി കോൺക്ലേവ് 2025 വേദി തിരുവനന്തപുരം. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സഹായകമാവും വിധം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. കേരള ഫിലിം പോളിസി കോൺക്ലേവ് 2025 വേദി തിരുവനന്തപുരം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ. മികച്ച സിനിമ 12th ഫെയിൽ.
മികച്ച സംവിധാനം വിനോദ് ചോപ്ര. മികച്ച സംവിധാനം. മികച്ച സംവിധായകൻ സുദീപ് ത്രോ സെൻ. മികച്ച സംവിധായകൻ സുദീപ് ത്രോ സെൻ. മികച്ച നടൻ ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാസി. മികച്ച നടൻ ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാസി. മികച്ച നടി റാണി മുഖർജി. മികച്ച സഹനടി ഉർവശി. മികച്ച സഹനടൻ വിജയരാഘവൻ. മികച്ച സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാർ. മികച്ച മലയാള ചലച്ചിത്രം ഉള്ളൊഴുക്ക്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം. മികച്ച സിനിമ 12th ഫെയിൽ. സംവിധായകൻ സുദീപ് ത്രോ സെൻ. മികച്ച നടൻ ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാസി. മികച്ച നടി റാണി മുഖർജി. മികച്ച സഹനടി ഉർവശി. മികച്ച സഹനടൻ വിജയരാഘവൻ. മികച്ച സംഗീത സംവിധാനം GV പ്രകാശ് കുമാർ. മികച്ച മലയാള ചലച്ചിത്രം ഉള്ളൊഴുക്ക്. കുടുംബശ്രീ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് സാമൂഹ്യാധിഷ്ഠിത വിപണന വിതരണ സംവിധാനം ഒരുക്കുന്നതിന് ആരംഭിച്ച പദ്ധതി കുടുംബശ്രീ ഹോം ഷോപ്പ്. കുടുംബശ്രീ സംരംഭങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് സാമൂഹ്യനീതി അധിഷ്ഠിത വിപണന വിതരണ സംവിധാനം ആരംഭിച്ച പദ്ധതി കുടുംബശ്രീ ഹോം ഷോപ്പ്. സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി. ഉത്തരം സ്കൂഫെ പദ്ധതി. സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്കൂഫെ പദ്ധതി. കുടുംബശ്രീ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് സാമൂഹ്യാധിഷ്ഠിത വിപണന വിതരണ സംവിധാനം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ ഹോം ഷോപ്പ്. സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി സ്കൂഫെ പദ്ധതി. ഫ്ലോറിസ് കൊടുങ്കാറ്റ് വീശിയടിച്ചത് എവിടെ? UK. ഫ്ലോറിസ് കൊടുങ്കാറ്റ് വീശിയടിച്ചത് UK. കുടുംബശ്രീ ഓൺലൈൻ റേഡിയോ ശ്രീ. കുടുംബശ്രീ ഓൺലൈൻ റേഡിയോ ശ്രീ. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിനായി 2 ലക്ഷം രൂപ അനുവദിച്ച പദ്ധതി പഠനമുറി പദ്ധതി. പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിനായി 2 ലക്ഷം രൂപ അനുവദിച്ച പദ്ധതി പഠനമുറി പദ്ധതി. പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനശീലം വളർത്തുക എന്ന ലക്ഷ്യവുമായി തുടക്കമിട്ട പദ്ധതി അക്ഷരോന്നതി പദ്ധതി. പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തുടക്കമിട്ട പദ്ധതി അക്ഷരോന്നതി പദ്ധതി. നാസയും ISROയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹം ബ്ലൂബേർഡ് 2. നാസയും ISROയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹം ബ്ലൂബേർഡ് 2 ജമ്മു കാശ്മീരിലെ കുൽഗ്രാം ജില്ലയിലെ വനമേഖലയായ അഗാലിൽ ഭീകരത തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അഗാൽ. ജമ്മു കാശ്മീരിലെ കുൽഗ്രാം ജില്ലയിലെ വനമേഖലയായ അഗാലിൽ ഭീകരത തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷൻ അഗാൽ. ലോകബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക നവീകരണത്തിനുള്ള പദ്ധതി കേര. ലോകബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക നവീകരണത്തിനുള്ള പദ്ധതി കേര. സംസ്ഥാന സർക്കാരിൻ്റെ കുപ്പിവെള്ളം ഹില്ലി അക്കോ. സംസ്ഥാന സർക്കാരിൻ്റെ കുപ്പിവെള്ളത്തിൻ്റെ പേര് ഹില്ലി അക്കോ. അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം നേടിയത് പ്രസീത ചാലക്കുടി. അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം നേടിയത് പ്രസീത ചാലക്കുടി. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിന പ്രമേയം നയഭാരത്. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിന പ്രമേയം നയഭാരത്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദി പാരീസ്, ഫ്രാൻസ്. 79ാമത് സ്വാതന്ത്ര്യദിന പ്രമേയം നയഭാരത്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദി പാരീസ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.